നമസ്കാരം. കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ്? രണ്ടോ രണ്ടിലധികം കാര്യങ്ങളെയോ വ്യക്തികളെയോ താരതമ്യം ചെയ്യാനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് കാര്യങ്ങളെയോ അതോ രണ്ടിലധികം കാര്യങ്ങളെയോ പരസ്പരം ബന്ധിപ്പിക്കാനോ താരതമ്യം ചെയ്യുവാനോ ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇവയെ പ്രധാനമായും 3 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൻ്റെ പ്രൈമറി ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ഡിഗ്രി എന്നും കമ്പാരിറ്റീവ് ഡിഗ്രി എന്നും സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നും 3 വിഭാഗങ്ങളായിട്ടാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറഞ്ഞത് പോസിറ്റീവ് ഡിഗ്രി. എന്താണ് പോസിറ്റീവ് ഡിഗ്രി? നോക്കാം. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പ്രത്യേകതയെ സൂചിപ്പിക്കുവാൻ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ എന്തെങ്കിലും ഒരു പ്രത്യേകതയെ സൂചിപ്പിക്കുവാനാണ് പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. എന്താണ്? 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. രാഹുൽ ഈസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ രാഹുൽ എന്നുള്ളൊരു വ്യക്തിയുടെ പ്രത്യേകതയെ സൂചിപ്പിക്കാനാണ് പോസിറ്റീവ് ഡിഗ്രിയായ സ്മാർട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്മാർട്ട് എന്ന വേർഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രി സ്മാർട്ട് തന്നെയാണ്. അപ്പോൾ സ്മാർട്ട് എന്ന വാക്ക് ഉപയോഗിച്ച് രാഹുൽ എന്ന ഒരു കുട്ടിയുടെ കഴിവിനെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അതുതന്നെയാണ് പോസിറ്റീവ് ഡിഗ്രി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടെ എന്താണ്? ഒരു പുഷ്പത്തിൻ്റെ പ്രത്യേകതയാണ്, ഒരു പൂവിൻ്റെ പ്രത്യേകതയാണ്. അത് വളരെ മനോഹരമായ പൂവാണ്. അപ്പോൾ ആ പ്രത്യേകതയെ സൂചിപ്പിക്കുവാൻ നമ്മൾ ബ്യൂട്ടിഫുൾ എന്നുള്ള പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനായ പോസിറ്റീവ് ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. രണ്ടാമത് നമ്മൾ പറഞ്ഞ ടൈപ്പ് ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി. എന്തായിരിക്കും കമ്പാരിറ്റീവ് ഡിഗ്രി? 2 കാര്യങ്ങളെ താരതമ്യം ചെയ്ത് പറയാൻ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. അതായത് 2 വസ്തുക്കളെയോ ആൾക്കാരെയോ തമ്മിൽ താരതമ്യം ചെയ്ത് ഒരാൾക്ക് മറ്റൊരാളെക്കാൾ എന്തെങ്കിലും ഒരു കഴിവുണ്ട്, അത്തരത്തിലൊരു താരതമ്യം നടത്തി പറയുവാനാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആദ്യം തന്ന സെൻറ്റൻസിൻ്റെ തന്നെ 2 കമ്പാരിറ്റീവ് ഫോമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? രാഹുൽ രാഹുൽ ഈസ് സ്മാർട്ടർ ദാൻ വിഷ്ണു. രാഹുൽ ഈസ് സ്മാർട്ടർ ദാൻ വിഷ്ണു. അപ്പോൾ നമ്മൾ നേരത്തെ രാഹുൽ ഈസ് എ സ്മാർട്ട് സ്റ്റുഡൻ്റ് എന്നായിരുന്നു പഠിച്ചത്. അവിടെ സ്മാർട്ട് എന്നുള്ളത് പോസിറ്റീവ് ഫോം ആയിരുന്നു, പോസിറ്റീവ് ഡിഗ്രി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? രാഹുൽ ഈസ് സ്മാർട്ടർ ദാൻ വിഷ്ണു. രാഹുലിനെ വിഷ്ണുവുമായി താരതമ്യം ചെയ്ത് പറയുകയാണ്. വിഷ്ണുവിനേക്കാൾ സ്മാർട്ടറാണ് രാഹുൽ എന്ന് പറയാൻ വേണ്ടി സ്മാർട്ടർ ദാൻ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ എക്സാമ്പിൾ. ദിസ് നോവൽ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദി അതർ. ദിസ് നോവൽ ഈസ് മോർ ബ്യൂട്ടിഫുൾ. മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ആയി. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും നമ്മൾ ദാൻ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ കേസുകളിൽ നമ്മൾ ദാനാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത്. അതുകൂടി ഓർക്കുക. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ 2 എക്സാമ്പിൾ പഠിച്ചത്. 2 കാര്യങ്ങളെ താരതമ്യം ചെയ്ത് പറയാനാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രി നോക്കാം. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ഒരു പ്രത്യേക കേസ് കൂടിയുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സാധാരണയായി ദാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക വാക്കുകളോടൊപ്പം ദാന് പകരം ടു ആയിരിക്കും ഉപയോഗിക്കുന്നത്.
കൂടുതൽ കേസുകളിലും നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കാൻ അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയോടൊപ്പം ദാൻ ആയിരിക്കും ചേർക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ ദാന് പകരം ടു ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ടത് അങ്ങനെ വരുന്നത്? പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ ഇങ്ങനെയുള്ള പ്രത്യേക വാക്കുകളിൽ കമ്പാരിറ്റീവ് ഫോമിൽ ദാന് പകരം ടു ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഐ പ്രിഫർ കോഫി ടു ടീ. സാധാരണ രീതിയിൽ നമ്മൾ പ്രിഫർ എന്ന് പറയുമ്പോൾ 2 കമ്പാരിസൺ ആണ്. ടീയേക്കാൾ ഞാൻ കോഫിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ടീയേക്കാൾ എന്ന അർത്ഥം വരുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സാധാരണ ദാൻ ആയിരുന്നു ചേർക്കേണ്ടത്. പക്ഷേ ഇത്രയും വാക്കുകൾക്കൊരു പ്രത്യേക കേസാണ്. ഐ പ്രിഫർ വരുമ്പോൾ അതിൻ്റെ കൂടെ ടു ആയിരിക്കണം ചേർക്കേണ്ടത്. സ്ഥിരമായി PSC പരീക്ഷകളിൽ ചോദിച്ച് കണ്ടുവരുന്നൊരു ചോദ്യമാണിത്. അതുപോലെ തന്നെ ഹരി ഈസ് സീനിയർ ടു രവി. ഹരി രവിയേക്കാൾ സീനിയറാണ്. അർത്ഥം സെയിം തന്നെയാണ് വരുന്നതെങ്കിലും ദാന് പകരം നമ്മളിവിടെ ടു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 എക്സാമ്പിൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഈ ഒരു ഐഡിയ. ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേക കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി നോക്കാം. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? 2-ലധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ താരതമ്യം ചെയ്യുമ്പോൾ അവയിൽ ഒന്നാമത്തേത് എന്ന് സൂചിപ്പിക്കുവാനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ പ്രത്യേകത അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ് ദ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞത്? 2-ലധികം വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ വ്യക്തികളെയോ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന ഗുണമുള്ളത് അല്ലെങ്കിൽ ഒന്നാമത്തേത് എന്ന് സൂചിപ്പിക്കുവാനാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അത് കണ്ടാൽ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടി അതിനൊരു ക്ലൂ ഉണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എപ്പോഴും നമ്മൾ ദ ഉപയോഗിക്കും. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. സുരേഷ് ഈസ് ദ ടോളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 2-ലധികം വസ്തുക്കളെയോ വ്യക്തികളെയോ. അപ്പോൾ സുരേഷിനെയും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുകയാണ്. അതിൽ സുരേഷാണ് ക്ലാസ്സിലെ ഏറ്റവും ഉയരം കൂടിയ കുട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ ടോളസ്റ്റ് സ്റ്റുഡൻറ്റ്, ദ ടോളസ്റ്റ് എന്ന് വന്നപ്പോൾ അത് സൂപ്പർലേറ്റീവായിട്ട് മാറി. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിൽ ദ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ദ ഉണ്ട്. ടാളസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുപോലെ തന്നെ പാലക്കാട് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. അപ്പോൾ ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. അവിടെയും ദ വന്നു. സൂപ്പർലേറ്റീവ് ഫോമായ ലാർജസ്റ്റും ചേർത്തു. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ക്ലിയർ ആയല്ലോ. നമുക്കിനി ഫോർമേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നോക്കാം. എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ഫോർമേഷൻ വരുന്നത് എന്ന് ഒന്ന് നോക്കാം. നമുക്ക് അഡ്ജക്റ്റീവ്സിനെയും ആഡ്വർബ്സിനെയും മാത്രമേ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആക്കാൻ കഴിയുള്ളൂ. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമവിശേഷണങ്ങളും. ആഡ്വർബ്സ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണങ്ങളുമാണ്. അപ്പോൾ അവയെ മാത്രമേ നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആക്കാൻ സാധിക്കുകയുള്ളൂ. പല അഡ്ജക്റ്റീവ്സിനെയും കമ്പാരിറ്റീവ് ആക്കാൻ അതിനോടുകൂടി ER ചേർത്താൽ മതി. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ആക്കാൻ EST ചേർത്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ടോൾ പ്ലസ് ER ടോളർ. അപ്പോൾ ടോൾ എന്നുള്ള അഡ്ജക്റ്റീവിനെ ER കൂടി ചേർത്തപ്പോൾ ടോളറായി. ടോളർ എന്നുള്ളത് എന്താണ്? കമ്പാരിറ്റീവ് ഫോമാണ്. ഹി ഈസ് ടോളർ ദാൻ ഹിം. അങ്ങനെ പറയുമ്പോൾ ടോളർ ദാൻ, ടോളർ എന്നുള്ളത് കമ്പാരിറ്റീവ് ഫോമാണ്. അതുപോലെ തന്നെ സ്മാർട്ട്, സ്മാർട്ടിനെ നമുക്ക് സൂപ്പർലേറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ അതിനോടുകൂടി EST ചേർത്താൽ മതി. സ്മാർട്ട്, സ്മാർട്ടസ്റ്റ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ER ചേർത്തപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ഫോമായി, EST ചേർത്തപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഫോമായി. അതുപോലെ ഗ്രേറ്റ് ER വരുമ്പോൾ ഗ്രേറ്റർ എന്തായി? കമ്പാരിറ്റീവായി. ലോങ് EST വന്നപ്പോൾ ലോങ്ങസ്റ്റ് സൂപ്പർലേറ്റീവായി. ഓക്കെ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമുക്ക് ഇതുപോലെ ERഉം ESTയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്ജക്റ്റീവിനെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഫോമാക്കി മാറ്റാൻ സാധിക്കും. ഇനി ചില പ്രത്യേക കേസുകളുണ്ട്. എന്നാൽ മറ്റു ചില അഡ്ജക്റ്റീവ്സിനോട് കൂടി മോറും മോസ്റ്റും ചേർക്കുമ്പോഴാണ് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടുന്നത്. അപ്പോൾ എല്ലാ അഡ്ജക്റ്റീവ്സിൻ്റെയും കൂടെ ERഉം ESTയും ചേർത്താൽ നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടില്ല. ചില അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ നമ്മൾ മോറോ മോസ്റ്റോ ചേർക്കുമ്പോഴാണ്. മോർ ചേർക്കുമ്പോൾ കമ്പാരിറ്റീവ് ആകും, മോസ്റ്റ് ചേർക്കുമ്പോൾ സൂപ്പർലേറ്റീവ് ആകും. അങ്ങനെ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ടേബിളുണ്ട്. പോസിറ്റീവാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മനോഹരമെന്ന് പറയാൻ നമ്മൾ മോർ ബ്യൂട്ടിഫുൾ എന്നാണ് ചേർക്കുന്നത്.
മോർ ബ്യൂട്ടിഫുൾ എന്നാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ചില അഡ്ജക്റ്റീവ്സിനെ പോസിറ്റീവ് ആക്കാൻ പോസിറ്റീവാണ് ബ്യൂട്ടിഫുൾ, കമ്പാരിറ്റീവ് ആക്കാൻ അതിൻ്റെ കൂടെ മോർ ചേർക്കണം, സൂപ്പർലേറ്റീവ് ആക്കാൻ അതിൻ്റെ കൂടെ ദ മോസ്റ്റ് ചേർക്കണം. ദ വരും നമുക്കറിയാം, സൂപ്പർലേറ്റീവിൻ്റെ കൂടെ എപ്പോഴും ദ വരും. അതിനെ സൂപ്പർലേറ്റീവ് ആക്കാൻ മോസ്റ്റ് കൂടി ചേർക്കണം. അതുപോലെ തന്നെയാണ് ഇഫക്റ്റീവ്, മോർ എഫക്റ്റീവ്, ദ മോസ്റ്റ് എഫക്റ്റീവ്, കമ്പാരിറ്റീവ് മോർ എഫക്റ്റീവ്, സൂപ്പർലേറ്റീവ് ദ മോസ്റ്റ് എഫക്റ്റീവ്. യൂസ്ഫുൾ വരുമ്പോൾ മോർ യൂസ്ഫുൾ ആകുമ്പോൾ കമ്പാരിറ്റീവ്, ദ മോസ്റ്റ് യൂസ്ഫുൾ ആകുമ്പോൾ സൂപ്പർലേറ്റീവ്. ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഇത് കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ക്ലിയർ ആവും. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെയാണ് നൽകുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി അസിന് സ്പെഷ്യലായിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. മാത്സ് മാത്രമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെയും കൂടെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിനി അടുത്ത ടൈപ്പ് നോക്കാം. ഇനി മറ്റ് ചില അഡ്ജക്റ്റീവ്സ്, അവയെ നമ്മൾ വിളിക്കുന്നത് ഇറഗുലർ കമ്പാരിറ്റീവ്സ് എന്നാണ്. ഇവയിൽ നമ്മൾ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടുന്നത് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്നായിരിക്കില്ല. അതായത് നമ്മളിപ്പോൾ സ്മാർട്ട് ആണെങ്കിൽ ആ പോസിറ്റീവ് ഡിഗ്രിയാണ് സ്മാർട്ട്, അതിനെ നമ്മൾ സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ് എന്നാക്കിയപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും കിട്ടി. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അതാണ് പോസിറ്റീവ് ഡിഗ്രി, മോർ ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അവിടെ നമ്മൾ പോസിറ്റീവ് ഫോമിൽ നിന്ന്, പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ രണ്ട് ഫോമും ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചില ഇറഗുലർ കമ്പാരിറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പോസിറ്റീവും കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും തമ്മിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് ബന്ധമൊന്നും കാണില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. അത്തരത്തിലുള്ളവ അതിൻ്റെ ഒരു ടേബിളുണ്ട്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഗുഡ്, വെൽ എന്നിവ പോസിറ്റീവായിട്ട് വരുമ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവ് ബെറ്റർ ആണ് വരുന്നത്. ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുഡും ബെറ്ററും തമ്മിൽ ഇതിൻ്റെ പോസിറ്റീവ് ഫോമിൽ നിന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ ആണ്, സൂപ്പർലേറ്റീവ് ദ ബെസ്റ്റ് ആണ്. അതുപോലെ ബാഡ്, ഈവിൾ, ഇൽ എന്നുള്ളവയുടെ കമ്പാരിറ്റീവ് വർസ് ആണ്. ഏറ്റവും അതിൻ്റെ സൂപ്പർലേറ്റീവ് വരുമ്പോൾ ദ വർസ്റ്റ് ആണ് വരുന്നത്. ലിറ്റിൽ വരുമ്പോൾ ലെസ്, ലെസ്സർ കമ്പാരിറ്റീവ് ഫോം വരും. ദ ലീസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് വരും. അതുപോലെ മച്ച്, മെനി എന്നുള്ളവ കമ്പാരിറ്റീവ് ഫോം ആകുമ്പോൾ മോർ വരും, സൂപ്പർലേറ്റീവ് ആകുമ്പോൾ ദ മോസ്റ്റ് എന്ന് വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ വേർഡ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. മുൻകാലങ്ങളിൽ ചോദിച്ച ടൈപ്പാണ് നമ്മൾ ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർചേഞ്ചിങ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇൻ്റർചേഞ്ചിങ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ തമ്മിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സെൻറ്റൻസിനെ അതിൻ്റെ അർത്ഥം മാറാതെ തന്നെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്നീ ഡിഗ്രീസിലേക്ക് മാറ്റാവുന്നതാണ്. അത്തരത്തിൽ മാറ്റുന്നതിനെയാണ് ഇൻ്റർചേഞ്ചിങ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ രണ്ട് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ എലിഫൻറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. കരയിലെ ഏറ്റവും ശക്തനായ മൃഗമാണ് എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ഈ സെൻറ്റൻസിനെ ഇതിൻ്റെ അർത്ഥം മാറാതെ തന്നെ നമുക്കൊരു കമ്പാരിറ്റീവ് ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കുക? ദ എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കുക. ആനയെന്ന് പറഞ്ഞത് കാട്ടിലുള്ള അല്ലെങ്കിൽ കരയിലുള്ള മറ്റെല്ലാ ജീവികളെക്കാളും ശക്തനാണ് എന്നുള്ള അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷേ സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് എന്ന് വന്നു. അപ്പോൾ സ്ട്രോങ്ങർ ദാൻ എന്ന് പറയുമ്പോൾ ഏത് ഫോമായി? ദാൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കമ്പാരിറ്റീവ് ഫോമാണ്. വന്നപ്പോൾ സ്ട്രോങ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഫോമായി. സ്ട്രോങ്ങർ ദാൻ എന്നായപ്പോൾ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് കമ്പാരിറ്റീവ് ഫോമിലായി. അപ്പോൾ ഇത്തരത്തിൽ ഈ ചോദ്യം തന്നിട്ട് അതിനെ സൂപ്പർലേറ്റീവിൽ നിന്ന് കമ്പാരിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. നോ അതർ ആനിമൽ ഓൺ ലാൻഡ് ഈസ് സോ സ്ട്രോങ് ആസ് ദ എലിഫൻറ്റ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്താണ്? സ്ട്രോങ് ആണ്. അപ്പോൾ സ്ട്രോങ് എന്നുള്ളത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രിയാണ്. സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. കരയിലുള്ള മറ്റൊരു ജീവികളും ആനയോളം ശക്തമല്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അർത്ഥത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഫോം ഇവിടെ സ്ട്രോങ് എന്നുള്ള പോസിറ്റീവാണ്. ഇവിടെ സ്ട്രോങ്ങർ ദാൻ വന്നു. അപ്പോൾ കമ്പാരിറ്റീവായി ആദ്യത്തെ സെൻറ്റൻസിൽ ദ സ്ട്രോങ്ങസ്റ്റ് എന്നായിരുന്നു. അപ്പോൾ അത് സൂപ്പർലേറ്റീവായി. ഐഡിയ ക്ലിയർ ആയല്ലോ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം.
എക്സാമ്പിൾ എന്താണ്? മൂന്നാർ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കേരള. അപ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് വന്നു. അപ്പോൾ അതെന്തായി? സൂപ്പർലേറ്റീവായി. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാകുമ്പം സൂപ്പർലേറ്റീവ് ആകും. ഇനി മൂന്നാർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓൾ അതർ പ്ലേസ് ഇൻ കേരള. അപ്പോൾ മോർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോൾ കമ്പാരിറ്റീവായി മറ്റുള്ള സ്ഥലങ്ങളെക്കാളെല്ലാം സൗന്ദര്യമുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ സുന്ദരമായ സ്ഥലമാണ് മൂന്നാർ എന്നുള്ള അർത്ഥം വന്നു. മൂന്നാമത്തെ എന്താണ് വന്നത്? നോ അതർ പ്ലേസ് ഇൻ കേരള ഈസ് സോ ബ്യൂട്ടിഫുൾ ആസ് മൂന്നാർ. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നോക്കുക. സോ ബ്യൂട്ടിഫുൾ ആസ് എന്ന് വരുമ്പോൾ ബ്യൂട്ടിഫുൾ മാത്രമാണ് വന്നത്, അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. ബ്യൂട്ടിഫുൾ ദാൻ വന്നപ്പോൾ കമ്പാരിറ്റീവായി, മോസ്റ്റ് ബ്യൂട്ടിഫുൾ വന്നപ്പോൾ സൂപ്പർലേറ്റീവായി. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഏത് ഫോമാണ്, അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം. ഇത്രയും പഠിച്ചതും പിന്നെ ഇതിൽ നിന്ന് കൂടുതലായി കിട്ടേണ്ട എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാൽ ഈസ് ദ ഡാഷ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ലാൽ ഈസ് ദ ഡാഷ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യം നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ലാൽ ഈസ് ദ വന്നു. ദ വന്നാൽ നമുക്കറിയാം അത് കഴിഞ്ഞ് വരുന്നത് സൂപ്പർലേറ്റീവ് ആയിരിക്കണം. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഒരു രീതിയിലായിരിക്കണം അതിൻ്റെ വിശേഷണം വരേണ്ടത്. അപ്പോൾ മോർ ഇൻ്റലിജൻറ്റ് വരില്ല, കാരണം മോർ വന്നപ്പോൾ അത് കമ്പാരിറ്റീവായി. മോസ്റ്റ് ഇൻ്റലിജൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ ചേരും. ലാൽ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. സി ഓപ്ഷൻ തെറ്റാണ്. ഇങ്ങനൊരു വേർഡില്ല. മോസ്റ്റ് ഇൻ്റലിജൻറ്റസ്റ്റ് എന്നൊരു വാക്കില്ല. മച്ച് ഇൻ്റലിജൻറ്റും ഇവിടെ വരികയില്ല. അപ്പോൾ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആണ് അവിടുത്തെ സൂപ്പർലേറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അതായിരിക്കും ഇവിടെ വരുന്ന ആൻസർ. ലാൽ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ക്ലിയർ ആയല്ലോ? നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഗോൾഡ് ഈസ് ഡാഷ് ദാൻ സിൽവർ. അപ്പോൾ ദാൻ വന്നു, നമുക്ക് മനസ്സിലായി ഇതൊരു കമ്പാരിറ്റീവ് ഫോം ആയിരിക്കും. പ്രിഷ്യസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫോം വന്നില്ല, ദ പ്രിഷ്യസും വന്നില്ല. മോസ്റ്റ് പ്രിഷ്യസും കമ്പാരിറ്റീവ് ഫോം വന്നില്ല, മോർ പ്രിഷ്യസ് വന്നു. മോർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പാരിറ്റീവ് ഫോമാണ്. അപ്പോൾ ഗോൾഡ് ഈസ് മോർ പ്രിഷ്യസ് ദാൻ സിൽവർ. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ദ മോർ ഹി ഗോട്ട് ഡാഷ് ഹി ബിക്കം. 4 ഓപ്ഷനുണ്ട്. ദ ഗ്രീഡി, ദ മോസ്റ്റ് ഗ്രീഡി, ദ മോർ ഗ്രീഡി, ദ ഗ്രീഡിയസ്റ്റ്. അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അവൻ എത്രത്തോളം കിട്ടിയോ അത്രയധികം അവൻ അത്യാർത്ഥി ആയി, അല്ലെങ്കിൽ അത്യാർത്ഥി കാണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ സെൻറ്റൻസിൻ്റെ സെൻസ് അങ്ങനെയാണ് വരുന്നത്. എത്രത്തോളം അവന് കിട്ടിയോ അത്രത്തോളം അവൻ ഗ്രീഡിയായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ മോർ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ് ഫോമാണ്. അപ്പോൾ ഡാഷിൻ്റെ അവിടെ വരുന്നതും ഒരു കമ്പാരിറ്റീവ് ഫോം തന്നെ ആയിരിക്കണം. അപ്പോൾ ദ ഗ്രീഡി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഫോം അല്ല. ദ മോസ്റ്റ് ഗ്രീഡി എന്ന് പറയുമ്പോഴും കമ്പാരിറ്റീവ് ഫോം അല്ല. ദ മോർ ഗ്രീഡി എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് വരും. ദ ഗ്രീഡിയസ്റ്റും തെറ്റാണ്. ഇവിടെ ദ മോർ വന്നപ്പോൾ കമ്പാരിറ്റീവ് ആണ് വന്നത്. അപ്പോൾ ഈ ഡാഷിൻ്റെ അവിടെയും കമ്പാരിറ്റീവ് ഫോം തന്നെ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ദ മോർ ഹി ഗോട്ട്, ദ മോർ ഗ്രീഡി ഹി ബിക്കം. എത്രത്തോളം അവന് കിട്ടിയോ അത്രത്തോളം അവൻ ഗ്രീഡിയായി മാറി. ആ ഒരു അർത്ഥം പറയണമെങ്കിൽ ദ മോർ ഗ്രീഡി എന്നുള്ള അർത്ഥമായിരിക്കണം അവിടെ വരേണ്ടത്. ക്ലിയർ ആയല്ലോ? നമുക്കിനി നാലാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഹി ഈസ് ആസ് ഡാഷ് ആസ് യു. ടോൾ, നോട്ട് ടോൾ, നോട്ട് ആസ് ടോൾ, ടോളർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. ഹി ഈസ് ആസ് ഡാഷ് ആസ് യു. അവൻ നിൻ്റെ അത്രയും ഉയരമുള്ള ആളാണ്. ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നിന്നും ഉയരവുമായി ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഹി ഈസ് ആസ് ടോൾ ആസ് യു എന്നാണ് വരേണ്ടത്. നിൻ്റെ അത്രയും തന്നെ ഉയരമുള്ള ആളാണ് അവൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്കിവിടെ ചേർന്ന് വരുന്നതല്ല. ഹി ഈസ് ആസ് ടോൾ ആസ് യു എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോട്ട് ആസ് ടോൾ എന്ന് പറയണമെങ്കിൽ ഇവിടെ ആസ് നേരത്തെ വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതും വരില്ല, ടോളറും വരില്ല, അത് കമ്പാരിറ്റീവ് ആണ്. അപ്പോൾ ഹി ഈസ് ആസ് ടോൾ ആസ് യു എന്നാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഈസ് ഹി ഡാഷ് ബ്രദർ ഓഫ് യുവേഴ്സ്. ഈസ് ഹി ഡാഷ് ബ്രദർ ഓഫ് യുവേഴ്സ്. അപ്പോൾ ഓപ്ഷനിൽ നോക്കിയപ്പോൾ നമുക്ക് യങ്, ദ യങ്ങസ്റ്റ്, മോർ യങ്ങർ, യങ്ങർ എന്ന് വന്നു. അപ്പോൾ അവൻ നിൻ്റെ ഇളയ സഹോദരനാണോ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹീസ് ഹി യങ് ബ്രദർ ഓഫ് യുവേഴ്സ് അങ്ങനെ വരില്ല.
ഈസ് ഹീ ദ യങ്ങസ്റ്റ് ബ്രദർ ഓഫ് യുവേഴ്സ്? നിൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവൻ അവനാണോ? അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാവും. ഈസ് ഹീ മോർ യങ്ങർ ബ്രദർ? അവിടെ നമുക്ക് മീനിങ് ശരിയായി വരില്ല. ഈസ് ഹീ യങ്ങർ ബ്രദർ ഓഫ് യുവേഴ്സ് എന്നുള്ളതും വരില്ല. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ സഹോദരനാണോ അവൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ സെൻസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ദ യങ്ങസ്റ്റ് എന്നുള്ളത് വരും. ഈസ് ഹീ ദ യങ്ങസ്റ്റ് ബ്രദർ ഓഫ് യുവേഴ്സ്? ക്ലിയർ ആയല്ലോ? നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ബോംബെ ഈസ് ബിഗർ ദാൻ എനി അതർ സിറ്റി ഇൻ ഇന്ത്യ. ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. നമ്മൾ പറഞ്ഞു ചേഞ്ച് ഓഫ് ഡിഗ്രി പറഞ്ഞായിരുന്നു, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ചേഞ്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ബോംബെ ഈസ് ബിഗർ ദാൻ എനി അതർ സിറ്റി ഇൻ ഇന്ത്യ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബിഗർ ദാൻ എന്ന് വന്നപ്പോൾ എന്തായി? ഇതൊരു കമ്പാരിറ്റീവ് ഫോമാണ്. നമുക്കിതിന് ഏത് ഫോമിലോട്ടാണ് മാറ്റേണ്ടത്? പോസിറ്റീവ് ഡിഗ്രിയിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായി ദാനോ അല്ലെങ്കിൽ ESTയോ ദായോ ഒന്നും ചേർക്കില്ല. അങ്ങനെ വരാത്തൊരു ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ബോംബെ ഈസ് ദ ബിഗ് സിറ്റി ഇൻ ഇന്ത്യ. ദാ വന്നതിന് ശേഷം സൂപ്പർലേറ്റീവ് ആയിരുന്നു വരേണ്ടത്, പക്ഷേ ഇവിടെ ബിഗ് എന്നാണ് വന്നത്. എന്തായാലും നമുക്കിവിടെ സൂപ്പർലേറ്റീവിലല്ല ആൻസർ വരേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ ഈസ് സോ ബിഗ് ആസ് ബോംബെ. സോ ബിഗ് ആസ് എന്ന് പറഞ്ഞപ്പോൾ ബിഗ് പോസിറ്റീവ് ഡിഗ്രിയാണ്. ബിഗ് എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ പോസിറ്റീവ് ഡിഗ്രി തന്നെയാണ് വന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ശരിയായിട്ട് എടുക്കാം. ബാക്കി രണ്ട് ഓപ്ഷൻ തെറ്റാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയുണ്ട്. ബോംബെ ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. ഇത് നമ്മുടെ സെൻറ്റൻസ് ശരിയാണ്, പക്ഷേ ഇതൊരു സൂപ്പർലേറ്റീവ് ആണ്. നമുക്ക് സൂപ്പർലേറ്റീവ് അല്ല കണ്ടുപിടിക്കേണ്ടത്, പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഓൾ സിറ്റീസ് ആർ നോട്ട് ആസ് ബിഗ്ഗർ ആസ് ബോംബെ ഇൻ ഇന്ത്യ. ബിഗ്ഗർ എന്ന് ഇവിടെ വരുന്നതും സെൻറ്റൻസിന് ചേരുകയില്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ നമ്മളോട് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോ അതർ സിറ്റി ഇൻ ഇന്ത്യ ഈസ് സോ ബിഗ് ആസ് ബോംബെ. അതാണ് ഇവിടെ വരുന്ന ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയല്ലോ? നമുക്കിനി ഏഴാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. ഇതുപോലൊരു ചോദ്യം നമ്മളൊരു എക്സാമ്പിളായിട്ട് തന്നെ പഠിച്ചതാണ്. പ്രിഫർ വരുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? കമ്പാരിറ്റീവ് ഫോമിൽ ദാൻ അല്ല ചേർക്കേണ്ടത്, ടു ആണ് ചേർക്കേണ്ടത്. വിത്തും ഫോറും വരികയില്ല. ഐ പ്രിഫർ കോഫി ടു ടീ എന്നുള്ളതാണ് ശരി ഉത്തരം. ഇതൊരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? കം ആസ് ഡാഷ് യു ക്യാൻ. അപ്പോൾ ഫാസ്റ്റ് എന്നുള്ളൊരു അഡ്ജക്റ്റീവാണ് ഇവിടെ, ആഡ്വർബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? കം ആസ് ഡാഷ് യു ക്യാൻ. നിനക്ക് എത്ര വേഗത്തിൽ വരാൻ സാധിക്കുമോ അത്രയും വേഗത്തിൽ വരിക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു സെൻസ് കൺവേ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കം ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. കം ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ എന്നാണ് ആൻസർ വരേണ്ടത്. കം ആസ് ഫാസ്റ്റ് ആസ് കൂടിയുണ്ട്, ആസ് യു ക്യാൻ എന്നായിരിക്കും സെൻറ്റൻസ് പൂർണ്ണമാകുന്നത്. ബാക്കി ഫാസ്റ്റർ വരികയില്ല, ഫാസ്റ്റർ ദാൻ വരികയില്ല, ഫാസ്റ്റ് ആസ് ഉണ്ട്. സോറി. അപ്പോൾ നമ്മൾ എ ഓപ്ഷൻ ആയിരിക്കില്ല. എ ഓപ്ഷനിൽ ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഡി ഓപ്ഷനിൽ ഫാസ്റ്റ് ആസ് എന്ന് കൂടിയുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ആസ് നമുക്കിവിടെ ചേർത്ത് കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. കം ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. നിനക്ക് എത്ര വേഗത്തിൽ വരാൻ സാധിക്കുമോ അത്രയും വേഗത്തിൽ വരിക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡി ഓപ്ഷൻ ആയിരുന്നു ശരി ഉത്തരം. നമുക്കിനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഫിനിഷ് ദ വർക്ക് അറ്റ് ഡാഷ്. ഫിനിഷ് ദ വർക്ക് അറ്റ് ഡാഷ് ഏർലി എന്നുള്ളതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? എത്രയും വേഗം തീർക്കാമോ അത്രയും വേഗം നിൻ്റെ ജോലി തീർക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഏറ്റവും നേരത്തെ ജോലി തീർക്കണം. അപ്പോൾ എന്ത് വരണം? സൂപ്പർലേറ്റീവ് വരണം. ഏറ്റവും നേരത്തെ എന്ന് പറയുമ്പം നേരത്തെ എന്നുള്ളതിൻ്റെ ഏറ്റവും ഉന്നതമായ പോയിൻ്റാണ്. അപ്പോൾ ദ ഏർലിയസ്റ്റ് എന്നാണ് വരേണ്ടത്. ഫിനിഷ് ദ വർക്ക് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും നേരത്തെ ചെയ്യാമോ അത്രയും നേരത്തെ ചെയ്യുക, ഏറ്റവും നേരത്തെ തന്നെ ചെയ്യുക, ദ ഏർലിയസ്റ്റ്. ഫിനിഷ് ദ വർക്ക് അറ്റ് ദ ഏർലിയസ്റ്റ്. ബാക്കി ഓരോ ഓപ്ഷനും ഇവിടെ ശരിയായിട്ട് വരില്ല. ക്ലിയർ ആയല്ലോ? നമുക്കിനി 10ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? മീന ഈസ് എൽഡർ ഡാഷ് റീന. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൽഡറും ഓൾഡറും വരും. എൽഡർ വരുമ്പോൾ നമ്മളവിടെ ചേർക്കേണ്ടത് ടു ആണ് ചേർക്കേണ്ടത്. മീന ഈസ് എൽഡർ ടു റീന എന്നാണ് ഇവിടെ വരേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു പ്രിഫർ, അങ്ങനെയുള്ള ചില സെൻറ്റൻസിൽ സീനിയർ പോലുള്ള സെൻറ്റൻസിൽ നമ്മൾ ടു ആയിരിക്കും ചേർക്കേണ്ടത്. അപ്പോൾ എൽഡർ വരുമ്പോഴും നമ്മളവിടെ ചേർക്കേണ്ടത് ടു ആയിരിക്കണം. മീന ഈസ് എൽഡർ ടു റീന എന്നാണ് വരുന്നത്. ദാനും വരില്ല, ടൂവും വരില്ല, ഓഫും വരില്ല. ടു ആണ് ശരിയായ ഉത്തരം. മീന ഈസ് എൽഡർ ടു റീന. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ഒരു ക്ലാസ്സാണ് ചെയ്തത്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകളിലും ഇനിയുള്ള ഭാഗങ്ങളിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്ത് കാണാം. നന്ദി.